ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? ഒരു സംഖ്യയെ പറഞ്ഞ് മനസ്സിലാക്കുന്ന എനിക്കുണ്ടല്ലത്, ഒരു മങ്കിയെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു ചൊല്ലില്ലേ, ആ ചൊല്ലിന് പറ്റിയ ഏറ്റവും നല്ലൊരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. 2 ദിവസം മുന്നേ നമ്മൾ യൂട്യൂബറായ ഹസൻ കരുനാഗപ്പള്ളി ഇന്ത്യയിൽ നിന്ന് ബീഫ് കയറ്റുമതി ചെയ്തതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഹസൻ കരുനാഗപ്പള്ളി പറഞ്ഞു UP എന്നാണ് ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്നതെന്ന്. അത് കേട്ടിട്ട് ഒരു ചാണക സംഖ്യക്ക് അങ്ങനെ അങ്ങ് കുരുപൊട്ടി. ആ കുരുപൊട്ടിയ ചാണക സംഖ്യന്റെ പേരാണ് റെനിൽ ജയറാം. സിനിമാ നടൻ ജയറാം അല്ലട്ടാ, റെനിൽ ജയറാം എന്ന ഒരു ചാണക സംഖ്യ. ആദ്യം തന്നെ വിവരവും ബോധമില്ലാതെ ഈ ചാണക സംഖ്യ ഹസൻ കരുനാഗപ്പള്ളി കൊടുത്ത മറുപടി ഞാൻ കേൾപ്പിച്ചുതരാം. ആ മറുപടിക്ക് ശേഷം ഹസൻ കരുനാഗപ്പള്ളി ഈ വിഷയത്തിൽ എന്താണ് പറഞ്ഞതെന്നും കൂടി കേട്ടിട്ട് വരാം. ആദ്യം തന്നെ മങ്കിയേക്കാളും വിവരമില്ലാത്ത ഈ സംഖ്യ എന്താണ് പറഞ്ഞത് കേട്ടിട്ട് വരാം. നമസ്കാരം. നമ്മുടെ ഈ നാട്ടിലെ ഹൈന്ദവരെ എങ്ങനെയെങ്കിലുമൊക്കെ നാണം കെടുത്തി അവരെ ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സുഡാപ്പി തീവ്രവാദി കുറെ കൂട്ടങ്ങൾ ഇന്ത്യയിൽ നിന്നും പശുയിറച്ചി വ്യാപകമായി കയറി പോകുന്നു എന്നുള്ള രീതിയിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കിപ്പോ എല്ലാം ജെമിനിയിലാണല്ലോ ചോദിക്കുന്നത് ഇതിന്റെ സത്യാവസ്ഥ. അപ്പൊ എന്തായാലും ജെമിനിയോട് തന്നെ നമുക്ക് ചോദിക്കാം ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത്. ജെമിനി, ഇന്ത്യയിൽ നിന്നും പശു ഇറച്ചി കയറ്റി അയക്കുന്നുണ്ടോ? കയറ്റി അയക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ എത്രാം സ്ഥാനത്താണ്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ മാംസം പ്രധാനമായും പോത്തിറച്ചി, കാരാബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 2ാം സ്ഥാനത്താണ്. ബ്രസീലിന് തൊട്ടു പിന്നിലായാണ് ഇന്ത്യയുടെ സ്ഥാനം. ഇന്ത്യയിൽ നിന്നുള്ള മാംസം കയറ്റുമതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ താഴെ നൽകുന്നു. കയറ്റുമതി ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നും പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത് പോത്തിറച്ചിയാണ്. ബഫലോ മീറ്റ്, കാരാബീഫ്. പശുവിറച്ചി ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്നത് നിരോധിച്ചിട്ടുള്ള കാര്യമാണ്. പ്രധാന വിപണികൾ വിയറ്റ്നാം, മലേഷ്യ, ഈജിപ്ത്, ഇന്തോനേഷ്യ, ഇറാഖ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, UAE, സൗദി അറേബ്യ എന്നിവയാണ് ഇന്ത്യൻ പോത്തിറച്ചിയുടെ പ്രധാന ഉപഭോക്താക്കൾ. കണക്കുകൾ 2024 മുതൽ 25 വരെ കാലയളവിലെ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ മാംസം കയറ്റുമതിയിൽ വലിയ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകവിപണിയിലെ ഡിമാൻഡും കുറഞ്ഞ വിലയുമാണ് ഇന്ത്യൻ പോത്തിറച്ചിയെ പ്രിയപ്പെട്ടതാക്കുന്നത്. ഉൽപാദന കേന്ദ്രങ്ങൾ ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിലെ മാംസം കയറ്റുമതിയിൽ മുന്നിൽ നിൽക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുമായുള്ള താരതമ്യമോ അറിയാൻ താല്പര്യമുണ്ടോ? അപ്പോ കേരളത്തിലുള്ള ജിഹാദി കൂട്ടങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല, തീവ്രവാദി കൂട്ടങ്ങൾക്ക് കാര്യം മനസ്സിലായില്ല. ഇന്ത്യയിൽ നിന്ന് പശുയിറച്ചിയല്ല പോണത്, കാളയിറച്ചിയാണ്. പിന്നെ പ്രശ്നം അതൊന്നും അല്ല. കാരണം പ്രശ്നമൊക്കെ എനിക്ക് മനസ്സിലായി. മറ്റേ ഹലാൽ സർട്ടിഫിക്കേഷൻ ചെയ്യണത് മുസ്ലിംസ് തന്നെയാണ് ഇറക്കണമെന്നുള്ളതാണ് കാക്കയുടെ പ്രശ്നം. ഇതിനിങ്ങനെ വളഞ്ഞ് മൂക്ക് പിടിച്ച് ഞങ്ങളെ വെറുതെ ഇതിൽ കൊണ്ട് ഇറക്കണം. ഒരു വിവരാവകാശം വെച്ചാൽ പോരെ, എന്നിട്ട് അവിടെയുള്ള വാപ്പാർത്തി എന്ന് പറഞ്ഞാൽ പോരെ അവര് ഹിന്ദുക്കളാണ് തറക്കണത്, അതുകൊണ്ട് നമ്മൾ ആരും തിന്നാൻ പാടില്ല. ഹിന്ദു അർത്ഥ ഹലാലല്ലോ, വിസ്മി ആയിരിക്കും ചൊല്ല, പക്ഷെ എന്നാലും ഹിന്ദു അർത്ഥാല് ഹലാലല്ലോ. കാക്കയുടെ പ്രശ്നമൊക്കെ എനിക്ക് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ അതിന് പശുവിന്റെ ഗ്യാപ്പ് പിടിച്ച് ഹിന്ദുക്കളെ തലയിലേക്ക് ഉണ്ടാക്കണ്ട. ഇമ്മാതിരി നാറികളെയൊക്കെ അട്ടിച്ചോടിച്ച് ഈ എന്താ ചാണകവെള്ളം തെളിക്കണം. സത്യം പറഞ്ഞാൽ അതാ വേണ്ടത്. നിരന്തരം ഹിന്ദുവിന്റെ മെക്കെട്ട് കയറുക, അതിന് വേണ്ടിയിട്ട് ഓരോ കഥകൾ മെനഞ്ഞെടുക്കുക, സ്ഥിരം മറ്റുള്ള പ്രൊഫൈലുകളിലൊക്കെ കൊണ്ടുപോയിട്ട് ഇതിങ്ങനെ ഇടുക. ഇയാളെ കുറച്ചൊക്കെ ഉളുപ്പും അന്തസ്സോടും കൂടി ജീവിക്കണം. നിങ്ങൾക്ക് മാന്യമായിട്ട് ജീവിക്കും, പണിയെടുത്ത് ജീവിക്കും. നീ ആ രാജ്യത്ത് നിനക്ക് ഏതെങ്കിലും പശു ഇറച്ചി പാകിസ്ഥാൻ വാപ്പ അയച്ചിട്ടുണ്ടെങ്കിൽ നീ തിന്നോ. പക്ഷെ അത് ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞിട്ട് അത് നീ എടുത്തെടുത്ത് പറയേണ്ടത് ബീഫ് എന്നിട്ട് പിന്നെ ലാസ്റ്റ് കൊണ്ടുപോയിട്ട് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് പശുവിനെ പരിപാലിക്കുന്നതും അതും ഇതൊക്കെ കാണിക്കുന്ന വല്ല കാര്യമുണ്ടോ? നാണവും മാനവും ഉളുപ്പില്ലാതെ ചാണക സംഖ്യകളെ പറയുമ്പോണ്ടല്ല, ആ സംഖ്യകളെ ഹിന്ദുവായിട്ട് നീ കൂട്ടിക്കെട്ടാൻ നിൽക്കണ്ടട്ടാ. പിന്നെ വിവരവും ബോധമില്ലാതെ ചാണക സംഖ്യ അസൻബായി ഉണ്ടല്ലോ, അതിന്റെ അകത്ത് പശുവിറച്ചി കയറ്റുമതി ചെയ്യുന്നത് എവിടെയും പറഞ്ഞില്ല, ബീഫ് കയറ്റുമതി ചെയ്യുന്നതാണ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ചാണക സംഖ്യ നീ അറിയാത്ത വേറൊരു കാര്യമുണ്ട്. നിന്റെ ഫ്രണ്ടായ ഏതെങ്കിലും ചാണകങ്ങള് അറബി നാട്ടിൽ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരോട് ചോദിക്കണം, ഈ ഇന്ത്യയിൽ നിന്ന് വരുന്ന ബീഫ് ഉണ്ടല്ല, ആ ബീഫിൽ പോത്തും കാളയും മാത്രമേ ഉള്ളൂ, അതിൽ പശുവിറച്ചി ഉണ്ടോന്ന് നീ അവരോടൊന്ന് ചോദിച്ചു നോക്കണം കേട്ടോ. അതിനുശേഷമുള്ള നീ നിന്റെ ഊപ്പിലെ ഏതൊക്കെ ചാണക സംഖ്യനെ വിളിച്ച് ചോദിക്കണം, അവിടെ കറവ് പറ്റിയ പശുവില്ലേ, നിങ്ങളൊക്കെ മാതാവ് എന്ന് പറഞ്ഞു നടക്കുന്ന പശു, ആ പശുവിനെ കറവ് പറ്റിയ ശേഷം എന്താണ് ചെയ്യലെന്നും കൂടി. ആയിരക്കണക്കിന് 10,000-കണക്കിന് പശുക്കളെ പോറ്റുന്ന ഒരുപാട് ഗോശാലകൾ എനിക്ക് ഊപ്പി കാണാൻ പറ്റും. പക്ഷെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നാമമാത്രമായ കറവ് പറ്റിയ പശുവിനെ നിനക്ക് അവിടെ കാണാൻ പറ്റൂ. അപ്പൊ ഈ കറവ് പറ്റിയ ബാക്കിയുള്ള പശുക്കൾ, സോറി നിന്റെ വാക്ക് പറഞ്ഞാല് മാതാക്കൾ എവിടെ പോയി എന്റെ ചാണക സംഖ്യ? അത് എവിടെയാ പോയതെന്ന് അറിഞ്ഞിട്ടില്ല. ഈ അൽക്കബീർ എന്നൊരു പ്രസ്ഥാനം ഉണ്ടല്ല, നിങ്ങളെ ചാണക സംഖ്യകൾ ഊപ്പിൽ നിന്ന് ഗൾഫിലേക്ക് ബീഫ് കയറ്റുമതി ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ കമ്പനി ഉണ്ടല്ല, ആ കമ്പനിയുടെ ഒക്കെ മുതലാളിമാരോട് ചോദിച്ചാൽ ഈ കറവ് പറ്റിയ പശുക്കളെ അവരെന്താ ചെയ്യുന്നതെന്ന് എല്ലാത്തിനും ഉണ്ടല്ല മോഡിഫൈ ചെയ്തിട്ട് അങ്ങ് കയറ്റിവിടും ബീഫിന്റെ കൂടെ. അത് നിനക്ക് എന്തെങ്കിലും അറിയാം ചാണക സംഖ്യയെ? ഇനി നമുക്ക് ഈ ചാണക സംഖ്യക്ക് കുരുപൊട്ടാൻ ഇടയായ അസൻബായ് ചെയ്ത ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ? നിങ്ങളൊക്കെ ഈ വാർത്ത ശ്രദ്ധിച്ചിരുന്നോ? ബീഫ് വരുമാനം 34,177 കോടി കവിഞ്ഞു. ലോകശക്തികളെ കീഴടക്കി ഇന്ത്യ മുന്നിൽ നിന്ന് നയിച്ച് UP. ഇതാ ഈ കാണുന്നത് ബീഫാണ്.
ഞാൻ ജോലി ചെയ്യുന്ന ഷോപ്പിന്റെ തൊട്ടടുത്ത് ബംഗാളികൾ നടത്തുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ നിന്നും വാങ്ങിയതാണ്. ഇത് ഇന്ത്യയിൽ നിന്നും വരുന്ന ബീഫാണ്. എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിയുടെ ആസ്ഥാനം ഡൽഹി ആണെങ്കിലും ഇതിന്റെ അറബ് കേന്ദ്രം പ്രവർത്തിക്കുന്നത് യുപിയിലാണ്. അതെ, ഗോസംരക്ഷണത്തിന്റെ അപ്പോസ്റ്റലനായ യോഗി ആദിത്യനാഥിന്റെ അതേ യുപിയിൽ. ഉത്തർപ്രദേശിലെ ഫത്തേഹാബാദിലാണ് അറബ് ശാലയുടെ പ്രവർത്തനം. എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനി ബീഫിന്റെ ഈ പാക്കറ്റിൽ ഒരു കാര്യം പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കിടാവിന്റെ മാംസമാണ്, അതായത് പോത്തുംകുട്ടിയുടെ മാംസം. ഈ മാംസത്തിന് അറേബ്യൻ രാജ്യങ്ങളിലടക്കം വലിയ മാർക്കറ്റാണ്. അതിന്റെ കാരണം ഇത് പോത്തുംകുട്ടിയുടെ മാംസമായതുകൊണ്ട് സോഫ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് പാചകം ചെയ്യുമ്പോൾ ഇതിന് വല്ലാത്ത ടേസ്റ്റ് ആണ് അത്രേ. ഇനി മറ്റൊരു കാര്യം കൂടി ഈ പാക്കറ്റിലുണ്ട്. അത് ഈ പാക്കറ്റിന്റെ മുകൾ ഭാഗം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കാണുമ്പോഴാണ് സംഘികൾക്കും ഇസ്ലാം വിരുദ്ധർക്കും വല്ലാതെ ഹാലിളകുന്നത്. ഹലാൽ എന്ന് കൃത്യമായി ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇത് വെറുതെ അങ്ങ് ഹലാൽ എന്ന് എഴുതി വെച്ചിരിക്കുന്നതല്ല. മുസ്ലിമിന്റെ കൈകൊണ്ട് അറുത്ത മാംസം എന്ന അർത്ഥം വരുന്ന ഇംഗ്ലീഷിലും അറബിയിലും വളരെ കൃത്യമായി തന്നെ ഇതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. മുമ്പൊരിക്കൽ ഒരു വാർത്താ സമ്മേളനത്തിൽ ഹലാലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടയിൽ അന്നത്തെ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കെ സുരേന്ദ്രൻ പരിഹാസ ചുവയോടെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉദ്ദേശത്തിൽ ചോദിച്ചിരുന്നു, എന്താണ് ഈ ഹലാൽ എന്ന്. ഇതാണ് സുരേന്ദ്ര ഹലാൽ. മാംസത്തിന്റെ കാര്യത്തിൽ അത് മുസ്ലിങ്ങൾക്ക് കഴിക്കണമെങ്കിൽ മുസ്ലിങ്ങളുടെ കൈകൊണ്ട് അർത്ഥതാവണം എന്നുള്ളതാണ് നിബന്ധന. അതുകൊണ്ട് മാംസത്തിന്റെ കാര്യത്തിൽ അങ്ങനെയാണത് ഹലാലാവുന്നത്. അത്തരത്തിൽ ഹലാൽ എന്ന് രേഖപ്പെടുത്തി നമ്മുടെ രാജ്യത്ത് നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കടക്കം കയറ്റി അയച്ചതുകൊണ്ടാണ് ഇത്രത്തോളം കോടിക്കണക്കിന് രൂപ ഇന്ത്യക്ക് വരുമാനമായി കിട്ടിയത്. മറ്റൊരു കാര്യം, ഈ ബീഫ് പാക്കറ്റിന് അവർ കൊടുത്തിരിക്കുന്ന പേര് കാമിൽ എന്നാണ്. അറബിയിൽ കാമിൽ എന്ന് പറഞ്ഞാൽ പരിപൂർണമായത് എന്നാണ് അർത്ഥം. അതായത് ഞങ്ങളുടെ ഈ ബീഫ് ഹലാലാണ്, കിടാവിന്റെ മാംസമായതുകൊണ്ട് തന്നെ അത് സോഫ്റ്റ് ആണ്. ആ രീതിയിൽ നിങ്ങൾ ഇത് പാചകം ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാ അർത്ഥത്തിലും ഇന്ത്യ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്ന ഈ ബീഫ് പരിപൂർണമാണ് എന്നാണ് നമ്മുടെ മോദി സർക്കാർ കാമിൽ എന്ന് പേര് കൊടുത്തതിലൂടെ അവകാശപ്പെടുന്നത്. ഗോക്കളെ മേയ്ച്ചും അവയോടൊപ്പം കളിച്ചും ചിരിച്ചും കൊണ്ടാണ് തന്റെ ഒരു ദിവസം ആരംഭിക്കുന്നത് എന്ന് അവകാശപ്പെടാറുള്ള യോഗിയും ഉത്തർപ്രദേശുമാണ് ബീഫ് ഉൽപ്പാദനത്തിലും കയറ്റുമതിയിലും ബഹുദൂരം മുന്നിലെത്തി നിൽക്കുന്ന ഇന്ത്യയെ മുമ്പിൽ നിന്ന് നയിക്കുന്നത് എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളിൽ പലരും പറഞ്ഞേക്കാം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണെന്ന്. ശരിയാണ്, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വിഭാഗം ജനങ്ങളോടുള്ള ഐക്യപ്പെടലാണ്. ഈ ഉൽപ്പാദനത്തിലും കയറ്റുമതിയിലും നമ്മുടെ രാജ്യം മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് ബഹുദൂരം മുന്നിലെത്തി നിൽക്കുമ്പോൾ, കോടികളുടെ വരുമാനം നേടുമ്പോൾ നമ്മൾ ഓർക്കേണ്ട കുറെ മനുഷ്യരുണ്ട്. ഈ ബീഫിന്റെ പേരിൽ നമ്മുടെ രാജ്യത്ത് ഇതിനോടകം തന്നെ 100-ലധികം മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞു. ഈ ബീഫിന്റെ പേരിൽ നിരവധി സഹോദരിമാർ, ഭാര്യമാർ വിധവകളായി, മക്കൾ അനാഥരായി. ആകെ ഉണ്ടായിരുന്ന ആശ്രയമായ ആൺമക്കൾ നഷ്ടപ്പെട്ടതോടെ വൃദ്ധരായ മാതാപിതാക്കൾ, സഹോദരിമാർ സാമൂഹികമായി സാമ്പത്തികമായി പൂർണ്ണമായും ഒറ്റപ്പെട്ടു. വൃദ്ധനായ അഖിലാക്ക് മുതൽ 22-കാരനായ കൗമാരക്കാരൻ വരെ സംഘികൾ, തീവ്രവാദികൾ, ഗോരക്ഷാ ഗുണ്ടകൾ നിഷ്കരുണം കൊലപ്പെടുത്തിയത് ഇതേ ബീഫിന്റെ പേരിലാണ്. കഴിച്ചിട്ടില്ലാത്ത, വീട്ടിൽ സൂക്ഷിച്ചിട്ടില്ലാത്ത ബീഫിന്റെ പേരിൽ കൊല്ലപ്പെട്ട അഖിലാക്കിന്റെ കുടുംബം ഇന്നും സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാൻ കഴിയാതെ, ഉത്തർപ്രദേശിലേക്ക് തിരിച്ചെത്താൻ കഴിയാതെ ഡൽഹിയിൽ തന്നെ അന്തേവാസികളായി കഴിയുകയാണ്. ഇതിനെല്ലാം കാരണം ഈ ബീഫാണ്. ഈ ബീഫിന്റെ പേരിൽ സംഘപരിവാർ തീവ്രവാദികൾ, തീവ്ര ഹിന്ദുത്വവാദികൾ, ഗോരക്ഷാ ഗുണ്ടകൾ ഉണ്ടാക്കുന്ന അക്രമങ്ങളാണ്, കൊലപാതകങ്ങളാണ്. ഒരു സൈഡിൽ അധികാരികളുടെ ആശീർവാദങ്ങളോടെ സംഘപരിവാർ ഗുണ്ടകൾ ബീഫിന്റെ പേരിൽ സാധുക്കളെ, പാവപ്പെട്ട മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലുമ്പോൾ, മറ്റൊരു സൈഡിലൂടെ അതേ ബീഫ് ഉൽപ്പാദനത്തിലൂടെ, കയറ്റുമതിയിലൂടെ ലക്ഷങ്ങൾ, കോടികൾ കൊണ്ട് സർക്കാർ ഖജനാവ് നിറയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരം കണക്കുകളും വാർത്തകളും പുറത്തു വരുമ്പോൾ ബിജെപിയും സംഘപരിവാറും ഗോമാത, ഗോരക്ഷ എന്നൊക്കെ പറഞ്ഞ് ഹൈന്ദവരുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് നടത്തുന്ന ഭീകരാക്രമണങ്ങളെ, കൊലപാതകങ്ങളെ, കാപട്യങ്ങളെ ഒക്കെ തുറന്നു കാണിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം അകാരണമായി കൊല്ലപ്പെട്ട മനുഷ്യരെ, അനാഥരായി പോയ അവരുടെ മക്കളെ, ഭാര്യമാരെ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഒക്കെ ഓർക്കേണ്ടതും തകർന്നുപോയ അവരുടെ ജീവിതങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടതും അവരോട് ഐക്യപ്പെടേണ്ടതും മനുഷ്യരെന്ന നിലയിൽ നമ്മുടെ ബാധ്യതയാണ്, കടമയാണ്. അത് ഓർമ്മിപ്പിക്കാനാണ് ഈ വീഡിയോയുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നത്. ഇതാണ് നമ്മൾ ഹസൻ ഭായി പറഞ്ഞത്. ഈ സത്യം കേട്ടിട്ടാണ് ആ ചാണക സംഖ്യക്ക് എവിടുന്നൊക്കെയോ കുരുപൊട്ടിയത്. ഹസൻ ഭായി പറഞ്ഞ പോലെ ഹലാൽ ഫുഡ് നിരോധിക്കണം എന്ന് പറഞ്ഞ ഊപ്പിന്ന് യോഗിയുടെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ ഹലാൽ ഫുഡ് വിദേശത്തേക്ക് പോകുന്നത്. എന്നിട്ട് നാണവും മാനവും ഉളുപ്പില്ലാണ്ട് ഇന്ത്യയിലെ മൊത്തം ചാണക സംഖ്യകൾ പറയും ഹലാൽ ഫുഡ് നിരോധിക്കണം, ഹലാൽ ഫുഡ് നിരോധിക്കണം എന്ന്. ഉളുപ്പുണ്ടോ അങ്ങനെ പറയാൻ വേണ്ടി ചാണക സംഖ്യകൾ? നിങ്ങൾ ബീഫ് കയ്യിൽ വെച്ചതും മറ്റു പാവങ്ങളെ തല്ലിക്കൊല്ലുമ്പം ആ ബീഫ് പോത്തിന്റെ ആണോ കാളയുടെ ആണെന്ന് എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ചാണക സംഖ്യകളെ? പശുവിനെ നിങ്ങൾ മാതാവ് മാതാവെന്ന് ഭയങ്കരമായിട്ട് പറഞ്ഞു കിടക്കുന്നുണ്ടല്ലോ. എന്നിട്ട് ആ കറവ് പറ്റിയ പശു എവിടെയാണ് പോകുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? എന്നിട്ട് വന്നിട്ട് നാണവും മാനും ഉളുപ്പില്ലാണ്ട് ലെക്ചർ അടിക്കുന്നു, ബീഫ് നോക്കി കയറ്റുമതി ചെയ്യുന്നു, പശുവല്ല പശുവല്ല എന്നും പറഞ്ഞിട്ട്. ഇതൊക്കെ തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. സംഗീനെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനെ കാട്ടിയല്ലത് മങ്കികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണെന്ന്. ഇങ്ങനെ ഇവനെ പോലുള്ള ഈ റിനിൽ ജയറാം പറഞ്ഞ വേട്ടാവളിയില്ലേ, ഇവനെപ്പോലത്തെ കുറെ ചാണക സംഖ്യകളുണ്ട്, വിവരവും ബോധമില്ലാത്ത കുറെ എണ്ണം. ഈ ചാണക സംഖ്യകളെയാണ് അൽ കബീറിന്റെ മുതലാളിമാരായ ഉന്നത കുല ചാണകങ്ങൾ പറ്റിക്കുന്ന ആലോചിക്കുമ്പോൾ സങ്കടം തോന്നുന്നു. അപ്പോ മങ്കീന്റെ അത്ര പോലും ബോധവും വിവരമില്ലാത്ത റിനിൽ ജയറാമിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.